പൂജനീയനായ ആചാര്യശ്രീക്കും വൈദിക സംസ്കാരത്തെ നമുക്ക് നൽകിയ ഗുരുപരമ്പരയ്ക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സാധകർക്കും ഓം നമോ നാരായണ പൂർവകമായ നാമങ്ങൾ അർപ്പിക്കുന്നു. ഭാരതീയ സംസ്കൃതി വേദം എന്ന വാക്കിലാണ് അതിൻ്റെ ആധാരം ഉറപ്പിച്ചിരിക്കുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ അറിവ്, ജ്ഞാനം. അറിവിൽ ഉറപ്പിച്ച അറിവാണ് ആധാരം, അറിവാണ് പ്രമാണം എന്ന് യാതൊരു അർത്ഥശങ്കയുമില്ലാതെ ഉറച്ച് പ്രഖ്യാപിച്ച മറ്റൊരു സംസ്കൃതിയും ലോകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ സംസ്കൃതിയിലെ ആചാര്യന്മാർക്കും ഗുരുപരമ്പരയിലെ ഓരോരുത്തർക്കും അങ്ങേയറ്റത്തെ ധൈര്യമുണ്ട് സത്യത്തെ അന്വേഷിക്കാൻ, സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ, സത്യത്തിന് വേണ്ടി പ്രയത്നിക്കാൻ, സത്യത്തെ പ്രചരിപ്പിക്കാൻ. ഏത് പ്രതിസന്ധികൾക്കിടയിലും ഈ ധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അങ്ങേയറ്റത്തെ ധൈര്യം അതുകൊണ്ട് ഈ സംസ്കൃതിയിലെ ഗുരുശിഷ്യ പരമ്പരയുടെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പൂജ്യ ആചാര്യശ്രീയുമായി സംസാരിക്കുകയായിരുന്നു. ലോകത്തിന് കാണുമ്പോൾ ഒരു അതിരാത്രം സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. എത്രയെത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്രയെത്ര അധ്വാനം വേണം, എത്രയെത്ര വിഭവങ്ങൾ വേണം സമാഹരിക്കണം, എവിടെ നിന്നൊക്കെയുള്ള ആളുകളെ കൊണ്ടുവരണം. അങ്ങനെ സാമാന്യമായി ചിന്തിച്ചാൽ അസാധ്യമായിട്ടൊക്കെ തോന്നാവുന്ന ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്ന ഒന്നാണ് അതിരാത്രം എന്ന് പറയുന്നൊരു മഹായാഗം. എന്നാൽ കാശ്യപാശ്രമം ആചാര്യയുടെ നേതൃത്വത്തിൽ പിറവിയെടുത്ത കാലം തൊട്ടുള്ള ഒരു പരിചയം ഈ മഹാപ്രസ്ഥാനവുമായിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണക്കാർക്കിടയിലേക്ക് വേദത്തിൻ്റെ ശക്തിയെ, വേദത്തിൻ്റെ പ്രകാശത്തെ കൊണ്ടെത്തിക്കുക എന്ന് അന്നത്തെ കാലത്ത് ഒട്ടധികം സാഹസമായിട്ടുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ആചാര്യശ്രീ ഇറങ്ങുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ താരതമ്യം ചെയ്ത് നോക്കിയാൽ അതിരാത്രം നടത്തൽ ഒരു സുഖമാണ്. എത്രയോ വർഷം നീണ്ടുനിന്ന സമാജത്തിനായിട്ടുള്ള, ദേശത്തിനായിട്ടുള്ള അത്തരമൊരു തപസ്സിൻ്റെ ഒരു സാഫല്യമാണ്, പൂർത്തീകരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ കക്കോടിയിൽ ഈ വേദ മഹാമന്ദിരം എന്ന് പറയുന്നൊരു സങ്കല്പം ഉണ്ടാകുമ്പോൾ തന്നെ പൂജ്യ ആചാര്യശ്രീ സംസാരിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിരുന്നു, ഇതൊരു യാഗഭൂമിയായിട്ട്, യജ്ഞഭൂമിയായിട്ട്, ലോകാനുഗ്രഹത്തിനായിട്ട് നിലനിൽക്കണം എന്നുള്ളതാണ് സങ്കല്പം എന്നുള്ളത്. ആ സങ്കല്പമാണ് ഇവിടെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഇതിനു മുമ്പ് നടന്ന സോമയാഗം, ആ സോമയാഗത്തിന് ആവശ്യമായിട്ടുള്ള കൃഷി വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്നതും കൃഷിസ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കാനും അങ്ങനെ അവിടെ ഇവിടെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് കേരളം പോലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ നമ്മുടെ സംസ്കൃതിയുടെ ഒരു കരുത്തിനെ ഏതൊക്കെയോ കാലഘട്ടത്തിൽ ക്ഷയിച്ചു പോയിട്ടുള്ള വേരുകൾക്ക് നനച്ച് വളമിട്ട് സംരക്ഷണമൊരുക്കി ആ കരുത്തിനെ വീണ്ടെടുക്കുന്നത് എന്നോർത്ത് കഴിഞ്ഞാൽ അത്തരമൊരു വലിയ മഹാപ്രയത്നത്തിൻ്റെ ഒരു പൂർണ്ണതയാണ് ഇപ്പോൾ അതിരാത്രത്തിലൂടെ ഈ ദേശത്തെ, ഈ ജനങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് സംഭവിച്ചിരിക്കുന്നത് എന്ന് കാണാം. അപ്പം അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഫലസിദ്ധി ഇതുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ അത്രയേറെ പണ്ഡിതരായിട്ടുള്ള
ആചാര്യശ്രേഷ്ഠരെ കൊണ്ടുവന്ന് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നിഷ്ഠകളെയും കൃത്യമായിട്ട് പാലിച്ചിട്ടാണ് ഇവിടെ അതിരാത്രം സംഭവിക്കുന്നത്. നമ്മുടെ ലോകം ഇന്നത്തെ കാലത്ത് അനവധി കാലുഷ്യങ്ങൾ നിറഞ്ഞ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ ശരീരത്തിലൊക്കെ വിഷബാധ ഏൽക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ ദേശത്തിനും പ്രകൃതിക്കുമൊക്കെ വിഷബാധയേൽക്കാം. പലതരത്തിലുള്ള കാലുഷ്യങ്ങൾ കൊണ്ട്, മാലിന്യങ്ങൾ കൊണ്ട് ഒക്കെ. അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കാലങ്ങൾ തോറും നടക്കുന്ന യാഗങ്ങളിലൂടെ ഈ പ്രകൃതിക്ക്, പ്രപഞ്ചത്തിന് ഒരു സുഖപ്പെടുത്തുകയാണ്, സുഷ്ടുമായിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സങ്കല്പം ചെയ്യുകയാണ് തപസ്വികൾ യാഗങ്ങളിൽ കൂടെ ചെയ്യുന്നത്. അങ്ങനെ ഇന്നത്തെ ലോക സാഹചര്യം, നമ്മുടെ ദേശം, നമ്മുടെ സമാജമൊക്കെ നിരവധി കാലുഷ്യങ്ങളിൽ, നിരവധി മാലിന്യങ്ങളിൽ ഒക്കെ കടന്നു പോകുന്ന ഈ കാലത്ത് അതിരാത്രം ചെയ്യുക എന്ന് പറയുന്നൊരു മഹാസങ്കല്പത്തിൽ കൂടെ ഈ സമാജത്തിൻ്റെയും ദേശത്തിൻ്റെയും ഒരു മഹാവൈദ്യൻ എന്നുള്ള നിയോഗം കൂടി ഏറ്റെടുക്കുകയാണ് പൂജ്യ ആചാര്യശ്രീ. അതിൽ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള യാഗങ്ങളൊക്കെ നടക്കുമ്പോൾ മറ്റുള്ള പല പ്രയാസങ്ങളും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അത്രത്തോളം ആ നിഷ്ഠകളും മറ്റുള്ളതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടാനും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പം അത് നടത്തുന്ന ആളുകൾക്ക്, ആചാര്യന്മാർക്ക് അതിൻ്റെ പ്രയാസങ്ങളൊക്കെ കുറച്ച് കുറയും. എന്നാൽ ഈ മഹത്തായ യജ്ഞത്തിൻ്റെ അനുഗ്രഹം ലഭ്യമാക്കാവുന്ന ഏവർക്കും ലഭ്യമാകണം എന്നുള്ള നിലയിൽ സമാജത്തിൻ്റെ ഒരു വലിയ പങ്കാളിത്തത്തെ കൂടി ഉൾച്ചേർത്തുകൊണ്ടാണ് ആചാര്യശ്രീ ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് സംഘാടനത്തിൽ അല്ലെങ്കിൽ അതിന് ആചാര്യത്വം വഹിക്കുന്നവർക്ക് വന്നു ചേരുന്ന ബുദ്ധിമുട്ടുകൾ കൂടുതലാണ്. കൂടുതൽ തപസ്, കൂടുതൽ ഊർജമൊക്കെ അവിടെ വേണ്ടിവരും. പക്ഷെ അതിൻ്റെ അനുഗ്രഹം ഇവിടെ എത്തിച്ചേരുന്ന, ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവരിലേക്കും പകർന്നു കിട്ടുകയും ചെയ്യും. എപ്പോഴും നമ്മുടെ പൗരാണികമായ വാഗ്മയങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒന്നാണ് അമൃത്, അമൃതിലൂടെ നേടുന്ന അമരത്വം എന്നുള്ള രണ്ട് കാര്യം. ഈ അമൃത് എന്ന് പറഞ്ഞാൽ വേദം തന്നെയാണ്, ജ്ഞാനം തന്നെയാണ്, അറിവ് തന്നെയാണ്. ആ വേദമാകുന്ന ജ്ഞാനഗംഗ നമ്മുടെ ഉള്ളിലൂടെ ഒഴുകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിഷങ്ങളും, മാലിന്യങ്ങളും, കാലുഷ്യങ്ങളും ഒക്കെ പോയി നമ്മുടെ ഉള്ള് ശുദ്ധിയായി തീരും, സുഖമായി തീരും. അങ്ങനെ നമുക്കകത്തും പുറത്തുമുള്ള, വ്യക്തിതലമായിട്ട് നമ്മുടെ അകത്തും ഈ പ്രകൃതിയിലാകെയുമുള്ള കാലുഷ്യങ്ങളെയും മാലിന്യങ്ങളെയും ഒക്കെ കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിക്കുകയാണ്, സുഖപ്പെടുത്തുകയാണ് അതിരാത്രം എന്നുള്ള ഈ യാഗത്തിലൂടെ ഇവിടെ സംഭവിക്കുന്നു. അത് ഈ വേദമാകുന്ന ജ്ഞാനഗംഗയ്ക്ക് ഈ പ്രകൃതിയിലൂടെയും നമ്മളിലൂടെയും ഒക്കെ ഒഴുകാനായിട്ടുള്ള സുഗമമായിട്ടുള്ള ഒരു പാതയെ സൃഷ്ടിക്കുകയാണ്. ഈ പ്രകൃതി ശക്തിയെ നമ്മിലേക്ക് ആവാഹിക്കുന്നതിനുള്ള, നമ്മുടെ ഊർജമാക്കി മാറ്റുന്നതിനുള്ള കരുത്തിനെ നൽകുകയും ഈ കരുത്തിലൂടെ നമുക്ക് നേടാനാകുന്നത് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ പോലും സാധ്യമാക്കുക. ഈ വേദം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിൽ പൂജ്യ ആചാര്യശ്രീ. പഴയ കാര്യങ്ങൾ അറിയുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. എത്രയെത്ര പ്രയാസങ്ങളിൽ നിന്നുകൊണ്ട് ഈ വേദത്തിൻ്റെ അടിത്തറയിൽ ഇങ്ങനെയൊരു മഹാസങ്കല്പം, ഈ സംസ്കൃതിക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, സമാജത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ഒരു മഹാപ്രസ്ഥാനത്തെ പടുത്തുയർത്താൻ കഴിഞ്ഞെങ്കിൽ, ഇങ്ങനെയുള്ള യാഗങ്ങളിൽ സോമയാഗം, ഇപ്പോൾ അതിരാത്രം, പിന്നെ കശ്യപാശ്രമത്തിൻ്റെ
ഭാഗമായി നടക്കുന്ന ഓരോ പഠന ക്ലാസ്സുകളെ പോലും വിശിഷ്ടമായിട്ടുള്ള ഒരു അഗ്നിയായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ നടക്കുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ, കാരണം അഗ്നിമേളെ പുരോഹിതം എന്ന് പറയുമ്പോൾ നമ്മളെ മുന്നോട്ട് നടത്തുന്നത് അഗ്നിയാണ്. പഴയ കാലത്തൊക്കെ പറയും, ഇപ്പോൾ ഇന്നത്തെ ആധുനിക പഠനങ്ങൾ, പഴയ കാലത്തെ ആളുകൾ, പ്രാചീനരായിട്ടുള്ള മനുഷ്യർ തീ കണ്ട് പേടിച്ചു, അതുകൊണ്ട് തീനെ ആരാധിക്കാൻ തുടങ്ങി. തീ കാണുന്നതിന് മുമ്പേ വെള്ളം കണ്ടിട്ടുള്ള ആൾക്കാരാണ് അവർ. അപ്പം അവർ അകത്ത അഗ്നിയെ തന്നെയാണ് അതിൻ്റെ പ്രതീകമായിട്ട് അതിനെ പുറത്ത് കണ്ടിട്ടാണ് ആ അഗ്നിയെ ആരാധിച്ചത്. നമ്മൾ ജീവനുണ്ടോയെന്ന് നോക്കുന്നത് ചൂടുണ്ടോയെന്ന് നോക്കിയിട്ടാണ്. ആ അഗ്നി എല്ലാ ഊർജത്തിനും എല്ലാ സൃഷ്ടിക്കും കാരണമായിട്ടുള്ള ശക്തിയുടെ പ്രഭവരൂപമായിട്ടുള്ള സൂര്യൻ്റെ ഇവിടുത്തെ പ്രതിനിധിയാണ് എന്നുള്ളതും പഴയ ആളുകൾക്കറിയാം. അതുകൊണ്ടാണ് മന്ത്രമാതാവായിട്ടുള്ള ഗായത്രിയിൽ നിന്ന് തന്നെ നമ്മുടെ സംസ്കാരം തുടങ്ങുന്നത്. ആ ജ്ഞാനമാകുന്ന അറിവിലൂടെ അസാധ്യമായ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യന് ഇതെല്ലാം ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന അത്ര കാര്യങ്ങൾ വളരെ ലളിതമായി സുഗമമായി നടക്കുന്നത് പോലെ നമ്മളെ കൊണ്ടും ഈ വേദം നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. ആ ഗുരു പരമ്പരയാണ് ഈ യാഗങ്ങളിലൂടെ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രം നമ്മുടെ ശരീരവുമാണ്, ഈ പ്രകൃതിയുമാണ്. ആ ക്ഷേത്രത്തിലൂടെ വേദമാകുന്ന ജ്ഞാനഗംഗ ഒഴുകി തുടങ്ങുമ്പോൾ ആ ക്ഷേത്രം അത്യത്ഭുതകരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രപഞ്ചത്തിന്, ലോകത്തിന് നൽകും. അതായത് നമ്മളിലുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള ഏറ്റവും വലിയ ചൈതന്യത്തെ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. നമ്മുടെ ഏത് കർമ്മരംഗത്തായിക്കോട്ടെ, ആ കർമ്മരംഗത്ത് ലോകം ആദരിപ്പിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമുക്ക് മാറാൻ കഴിയും. പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാർ, ശരീരമെടുത്ത എല്ലാവരും തന്നെ ശരീരം വിട്ടു പോകുന്നുണ്ട്. പക്ഷെ പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാരെ മന്ത്രദൃഷ്ടാക്കൾ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോഴും ഓരോ സന്ദർഭത്തിൽ സ്മരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അമരത്വം. ഈ ജ്ഞാനഗംഗയാകുന്ന അമൃത്, ആ അമൃത് നമുക്ക് നൽകുന്ന അമരത്വം നമ്മൾ ശരീരം വിട്ടു കഴിഞ്ഞാലും അനവധി മനസ്സുകളിൽ, ആ പരമ്പരയിൽ നിൽക്കുന്ന അനവധി മനസ്സുകളിൽ എന്നും ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സങ്കല്പമായിട്ട്, വാക്കായിട്ട്, പ്രവൃത്തിയായിട്ട് നമ്മളിവിടെ അവശേഷിക്കും. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സങ്കല്പങ്ങളൊക്കെ നമുക്ക് അമരത്വത്തെ പ്രദാനം ചെയ്തുകൊണ്ട് ഇവിടെ ചിരസ്ഥായിയായിട്ട് തുടരും. നമ്മളൊരു ദേവതയെ ഒരു സ്ഥലത്ത് ലോകാനുഗ്രഹത്തിനായിട്ട് പ്രതിഷ്ഠിക്കുമ്പോൾ ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എല്ലാ കാലത്തേക്കും സ്ഥിരമായിട്ടും സുഖമായിട്ടും ഇരിക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ആചാര്യന്മാർ എല്ലാ സമ്പ്രദായ ഭേദങ്ങളിലും ആ ദേവതയെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കുന്നത്. അതേ രീതിയിൽ നമ്മളാകുന്ന ക്ഷേത്രത്തിൽ, പ്രകൃതിയാകുന്ന ക്ഷേത്രത്തിൽ ലോകാനുഗ്രഹത്തിനായിട്ട് സ്ഥിരമായിട്ടും സുഖമായിട്ടും നമ്മുടെ സങ്കല്പങ്ങളും വാക്കുകളും പ്രവൃത്തികളും നിലനിൽക്കും. അങ്ങനെ അമരത്വം എന്ന അനുഗ്രഹം നമുക്ക് കിട്ടും. അത്തരത്തിലുള്ള എല്ലാ ഈ വേദത്തിൻ്റെ ഫലം എന്താണ് എന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തമമായിട്ടുള്ള ദൃഷ്ടാന്തമാണ്, നമുക്ക് മുമ്പിൽ വെളിപ്പെടുന്ന പൊരുളാണ് ഈ കാശ്യപാശ്രമം എന്ന വേദ മഹാമന്ദിരം. ആ മന്ദിരത്തിൽ നടക്കുന്ന ഓരോ അനുഷ്ഠാനം, ഇവിടെ നമ്മൾ പറയുന്ന ഓരോ വാക്കും, നമ്മൾ സ്വാഭാവികമായി ചെയ്യുന്ന ഓരോ ക്രിയയും ആ വേദമാതാവിനുള്ള അർച്ചനയായി തന്നെ ഉള്ളിൽ പരിവർത്തനം ചെയ്യുന്നുള്ളൊരു സംസ്കൃതി നേരത്തെ പറഞ്ഞതുപോലെ ദീർഘകാലത്തെ ഒരു തപസ്സിലൂടെ പൂജ്യ ആചാര്യശ്രീജി ഇവിടെയുള്ള എല്ലാവരിലേക്കും സംക്രമിപ്പിച്ചിട്ടുണ്ട്. ആ നിങ്ങളിലേവരിലും തെളിയുന്ന വേദത്തിൻ്റെ ആ തെളിച്ചം ഭാവിയിൽ ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള, വേദത്തിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഊർജമായിട്ട് പരിണമിക്കാൻ നിങ്ങളേവരും വേദമാതാവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള മക്കളായി മാറിത്തീരാൻ ഈ ഗുരുപരമ്പര അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഭാരതത്തിലെ പ്രാചീനമായ നാഗാ സന്യാസി പരമ്പരയുടെ എല്ലാ ആശീസ്സുകളും നിങ്ങൾക്ക് ഏവർക്കുമായി അർപ്പിക്കുന്നു.